മക്കൾസ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വേഗത്തിൽ നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ അങ്ങ് പഠിച്ച് പോകുന്നോളൂ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. സോ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റാം. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആറ്റംസ് അഥവാ ആറ്റങ്ങൾ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടണം. എലമെൻറ്റ്സ് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണം. കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഇതിങ്ങനെ പല സ്ഥലത്ത് കെമിസ്ട്രി പഠിക്കുമ്പം പല സ്ഥലത്ത് പല പേരിൽ ഇങ്ങനെ കേൾക്കും. ആറ്റങ്ങൾ എന്ന് കേൾക്കും, തന്മാത്രകൾ എന്ന് കേൾക്കും. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ പോയി. സോ ഐഡിയ സെറ്റാക്കണം, എന്താണ് കാര്യങ്ങളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഐഡിയ വെച്ചിട്ട് പറഞ്ഞുതരാൻ പോവാണ്. ഞാൻ ഒരു പാത്രത്തിൽ, പാത്രം വളഞ്ഞു പോയി, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. ഓക്കെ, അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? H2O ആണ്. നിങ്ങൾക്കറിയാം വെള്ളം എന്ന് പറഞ്ഞാൽ, ജലം എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന H2O മോളിക്യൂൾസ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളമാണ്. വെള്ളം ജലമാണ്, വാട്ടറാണ്. ഓക്കെ, സോ ഈ വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. പക്ഷേ അതിൽ ഒരു H2O നല്ല അർത്ഥം ഇഷ്ടംപോലെ H2O ഇഷ്ടംപോലെ H2O ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും. ഇപ്പോൾ ഞാൻ ഈ വരച്ചത് ഒരു H2O ആയിരിക്കാം, ഞാൻ അടുത്ത വരച്ച ഒരു H2O ആയിരിക്കാം, അടുത്ത വരച്ച ഒരു H2O ആയിരിക്കാം, അടുത്ത വരച്ച H2O ആയിരിക്കാം. സോ ആ വെള്ളം എന്ന് പറയുന്നതിൻ്റെ ആ ചെറിയ കണമുണ്ടല്ലോ, അതാണ് അതിൻ്റെ മോളിക്യൂൾ അഥവാ തന്മാത്രകൾ. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളത്തിനൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ? വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റും, തണുപ്പിക്കുന്ന സാധനമാണ്. വെള്ളത്തിൽ ഇന്ന സാധനങ്ങളുണ്ട്, വെള്ളം ചേർത്താൽ തീ കെടുത്താൻ പറ്റും. ഇങ്ങനെ കുറേ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഈ വെള്ളത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ആർക്കുണ്ടാവും? ഈ വെള്ളം എന്ന് പറയുന്ന ടോട്ടൽ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി ആർക്കുണ്ടാവും? ഈ ഒരാൾക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഒരാളുടെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടി. വിച്ച് മീൻസ് എന്താണ് തന്മാത്രകൾ എന്ന് വെച്ചാൽ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടി അയാൾക്കുണ്ടാവും, എല്ലാ ഗുണങ്ങളും അയാൾക്കുണ്ടാവും. ആൻഡ് അയാൾ ഒറ്റക്കായിരിക്കും നിൽക്കുന്നത്. അയാൾ ഒറ്റയ്ക്ക് സ്റ്റേബിളായിട്ട് ചെറിയ കണങ്ങളായിട്ട് നിൽക്കുകയായിരിക്കും. സോ ഈ ഒരു പദാർത്ഥത്തിൻ്റെ ചെറിയൊരു കണമാണ് തന്മാത്ര അഥവാ മോളിക്യൂൾ. ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? അതിനെല്ലാ ഗുണങ്ങളും, ഏതാണോ പദാർത്ഥം അതിൻ്റെ എല്ലാ ഗുണം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ പദാർത്ഥത്തിന് ടോട്ടൽ വേറെന്തോ ഗുണം, ഇതിന് വേറെന്തോ ഒരു ഗുണം, അങ്ങനെയല്ല. എല്ലാത്തിനും ഇത് മധുരം, ഇതിന് മൊത്തത്തിൽ എരിവ്, അങ്ങനെ ഉണ്ടാവില്ല. സോ ഇതിന് മധുരമായതുകൊണ്ടാണ് മൊത്തത്തിൽ ഇതുണ്ടായത് മധുരമായത്. സോ മക്കളെ, ഇതിൻ്റെ അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും അടങ്ങിയ ഒറ്റക്ക് നിൽക്കുന്ന ചെറിയ പദാർത്ഥങ്ങൾ, സ്റ്റേബിളായിട്ട് നിൽക്കുന്ന പദാർത്ഥങ്ങളാണ് തന്മാത്രകൾ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് തന്മാത്രകൾ എന്ന് പറയുന്നത്? വെരി സിമ്പിൾ. ദെൻ എന്താണ് ആറ്റങ്ങൾ എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. അതിന് പറയാൻ വേണ്ടിയിട്ട് ഇതാണല്ലോ ഒരു തന്മാത്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ തന്മാത്ര ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കണികകൾ കുറേ. ഇതിൻ്റെ തന്മാത്രയുടെ ഏറ്റവും ചെറുതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് ആറ്റം. ഏറ്റവും ചെറിയ കണികളാണ് ആറ്റം. സോ ഒന്നുകൂടെ മനസ്സിലായി തരികയാണെങ്കിൽ ഏറ്റവും ചെറിയ കണികളാണ് ആറ്റം. ഞാൻ ഈ വരച്ചതാണ് ആറ്റം. ആ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ആ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരുതായി. ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ഈ സാധനമാണ് എലമെൻറ്റ്സ്, മൂലകങ്ങൾ. സോ ആറ്റങ്ങൾ ഒരേ ടൈപ്പ് ആറ്റങ്ങൾ കമ്പൈൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ, ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് കാർബൺ ആറ്റങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പോൾ കാർബൺ ആറ്റങ്ങൾ കൂടി ചേർന്ന് കാർബൺ എലമെൻ്റ് ഉണ്ടായി. കാർബൺ ആറ്റങ്ങൾ വളരെ ചെറുത്, ഏറ്റവും ചെറുതാണ് ആറ്റം, അതിനെ പിന്നെ മുറിക്കാൻ പറ്റില്ല. ആ ചെറിയ ആറ്റങ്ങൾ കൂടി ചേർന്ന് എലമെൻ്റ് ഉണ്ടായി, കാർബൺ എലമെൻ്റ് ഉണ്ടായി. ഇനി ഫോർ എക്സാമ്പിൾ ആ 2 കാർബൺ എലമെൻറ്റ് കൂടി ചേർന്നു എന്ന് വിചാരിച്ചോ. ആ 2 കാർബൺ എലമെൻറ്റ് കൂടി ചേർന്ന് ഇത്രയായില്ലേ? ഇതാണ് നമ്മളെ മോളിക്യൂൾ. സോ ഏറ്റവും ചെറുതാരാണ്? ആറ്റം. ആ ആറ്റങ്ങൾ കൂടി ചേർന്ന് എലമെൻ്റായി. ആ എലമെൻറ്റിൽ കൂടി ചേർന്നായി മോളിക്യൂളായി. ആ കാർബൺ എലമെൻറ്റ്, 2 കാർബൺ, C2. കാർബൺ എന്ന് പറയുന്ന ആൾ C2 ആയി. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഓക്സിജൻ എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റ് കൂടി ചേർന്നപ്പോൾ തന്മാത്രയായി. എന്നാൽ ഡിഫറൻറ്റ് എലമെൻറ്റുകളാണ് കൂടി ചേർന്നെങ്കിൽ, ഞാൻ വേറൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ സെറ്റായിട്ട് മനസ്സിലാവണേ. ഇത് വേറെ ഓക്സിജനാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഓക്സിജൻ്റെ എലമെൻറ്റുകൾ കൂടി ചേർന്ന്, ഓക്സിജൻ്റെ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഓക്സിജൻ എലമെൻറ്റായി. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു കാർബൺ എലമെൻറ്റും ഒരു ഓക്സിജൻ എലമെൻറ്റും കൂടെ കൂടിച്ചേർന്ന്. ഒരു കാർബൺ എലമെൻറ്റും ഒരു ഓക്സിജൻ എലമെൻറ്റും കൂടി ചേർന്ന്. അപ്പോൾ ഇത് CO ആണെന്ന് വിചാരിച്ചോ. കാർബൺ എലമെൻറ്റും ഓക്സിജൻ എലമെൻറ്റും കൂടെ കൂടി ചേർന്ന്. ഇതിപ്പോൾ C2, 2 കാർബൺ കൂടി. അപ്പോൾ ഇത് C ആണ്, ഇത് ഓക്സിജൻ ആണ്. അപ്പോൾ C ആറ്റങ്ങൾ കൂടി ചേർന്ന് നോക്കടാ, വെരി സിമ്പിൾ. എൻ്റെ കൂടെ പറ. കാർബൺ ആറ്റങ്ങൾ കൂടി ചേർന്ന് കാർബൺ എലമെൻറ്റ് ഉണ്ടായി. ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഓക്സിജൻ എലമെൻറ്റ് ഉണ്ടായി. കാർബൺ ആറ്റങ്ങൾ 2 കൂടി ചേർന്ന്
കാർബൺ മോളിക്യൂൾ ഉണ്ടായി. ഓക്സിജൻ ആറ്റങ്ങൾ 2 കൂടി ചേർന്ന് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവാം. ഞാൻ ഇവിടെ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്സിജൻ ആറ്റങ്ങൾ ഇതും കൂടെ കൂടി ചേർന്നിട്ടുണ്ടാകും ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവാം. ഓക്കെ സെറ്റ്. ദെൻ ഒരു കാർബൺ ആറ്റവും ഒരു കാർബൺ ആറ്റവും ഒരു കാർബൺ എലമെൻറ്റും ഒരു ഓക്സിജൻ എലമെൻറ്റും കൂടെ കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഇതാണ് മോളിക്യൂള്. ഇതാണ് കോമ്പൗണ്ട്. എന്താ കോമ്പൗണ്ട് എന്ന് വിളിക്കാൻ കാരണം വ്യത്യസ്ത 2 ആളുകൾ കൂടി ചേരുമ്പോൾ മോളിക്യൂളായി, കോമ്പൗണ്ടായി. വ്യത്യസ്ത 2 ആളുകൾ കൂടി ചേരുമ്പോൾ കോമ്പൗണ്ടായി. സോ വെരി സിംപ്ലി എന്താണ് ആറ്റം? ചെറുതുമെന്ന് തുടങ്ങുക ആറ്റം. അത് ജസ്റ്റ് കൂടി ചേർന്ന് അത് കുറേ എണ്ണം കൂടി ചേർന്ന് നിന്നാൽ അത് എലമെൻ്റായി. ആ എലമെൻറ്റ് വേറെ എലമെൻറ്റിനോട് കൂടി ചേർന്നാൽ മോളിക്യൂളായി. ആ എലമെൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു എലമെൻറ്റിനോട് കൂടി ചേർന്നാൽ കോമ്പൗണ്ടായി. സോ ഡിഫറൻറ്റ് എലമെൻറ്റുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കുക കോമ്പൗണ്ട്. അതിനെ മോളിക്യൂൾ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതിനെ തന്മാത്ര എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. തന്മാത്ര എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരു പദാർത്ഥത്തിൻ്റെ ചെറിയ കണമായിരിക്കണം, അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം, അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കണം, ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മൈൻഡിൽ ആക്കി അങ്ങ് വെച്ചോണം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് പഠിക്കുമ്പോൾ ഒരു കാർബൺ അല്ലെങ്കിൽ ഓക്സിജൻ വന്ന് തുടങ്ങാം. ഓക്സിജൻ ചെറുതാവുമ്പോൾ അത് ഓക്സിജൻ ആറ്റം, അത് കൂടി ചേർന്ന് ഒന്നാവുമ്പോൾ എലമെൻ്റ് ആവും. ആ ഓക്സിജൻ മറ്റൊരു ഓക്സിജനോട് കൂടി ചേരുമ്പോൾ മോളിക്യൂൾ എന്ന് വിളിക്കാം, തന്മാത്ര എന്ന് വിളിക്കാം. ആ ഓക്സിജൻ വേറൊരു എലമെൻറ്റിനോട് കൂടി ചേരുമ്പോൾ അത് കോമ്പൗണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ എന്താണ് തന്മാത്രകൾ എന്നുള്ള ഐഡിയ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. സോ സ്മോളസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേബിൾ പാർട്ടിക്കിളാണ് തന്മാത്രകൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞത് ആറ്റംസ് എന്തായിരുന്നു? ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഓഫ് എവറി സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആറ്റംസ്. ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയത് മൈന്യൂട്ടായ ആറ്റംസ് എന്നാണ്. സോ ഈ ആറ്റങ്ങളെല്ലാം കൂടെ ഈ എല്ലാ സബ്സ്റ്റൻസും എവിടെ നിന്നാണ് രൂപം കൊണ്ടെന്ന് വെച്ചാൽ ആറ്റത്തു നിന്നാണ്. ഓക്കെ, അതാണ് ആറ്റംസ്. അപ്പോൾ എന്താണ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കും. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്ത്, ഞാൻ പറഞ്ഞു സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കുറേ എണ്ണം കൂടി ചേർന്ന് അത് എലമെൻ്റായി. അത് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു റിയാക്ഷന് പോകുമ്പോൾ അത് ഡിവൈഡ് ആവില്ല. ഒരു റിയാക്ഷന് പങ്കെടുക്കുമ്പോൾ ഹൈഡ്രജൻ ഡിവൈഡ് ആയി 2 കഷ്ണമാവില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് പിന്നെ ഡിവൈഡ് ആവില്ല. സോ ഒരു റിയാക്ഷനിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ആരെ? എലമെൻസിനെ. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ എല്ലാ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലമെൻറ്റ്സ് ആരാന്ന് ഇതിലുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു കോമ്പണൻസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. അതൊരു സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കൂടി ചേർന്നതാണ്. എന്താ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more എലമെൻറ്റ്സ്. 2 അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഇത്രയും സെറ്റല്ലേ? അപ്പോഴാണ് അപ്പോൾ ആറ്റം എന്താ, എലമെൻറ്റ് എന്താ, മോളിക്യൂൾ എന്താണെന്ന് വിളിച്ചു. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആറ്റത്തെക്കുറിച്ച് ഡാൾട്ടൺ പറഞ്ഞ തിയറികളാണ്. അതിനാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്താണ് ആറ്റത്തെക്കുറിച്ച് പറയുന്നത്? അതൊക്കെ തന്നെ. ആറ്റമാണ് ഏറ്റവും ചെറുത്, അതാണ് ഒന്നാമത് പറയുന്നത്. ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, വെരി സിമ്പിളായിട്ട് ആലോചിച്ച് നോക്ക്. ആറ്റത്തെക്കുറിച്ച് ഡാൾട്ടൺ എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തെക്കുറിച്ച് ഡാൾട്ടൺ പറഞ്ഞു, ആറ്റം ഈ മാറ്റർ മൊത്തം ഉണ്ടാക്കിയത്, ഈ എല്ലാ മാറ്ററും ഉണ്ടാക്കിയത് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റത്തിൻ്റെ പ്രത്യേകത മൈന്യൂട്ട് പാർട്ടിക്കിളാണ്. സോ ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. സിമ്പിൾ. ആൻഡ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം. ആൻഡ് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാനോ ആറ്റം ഡിവൈഡ് ആവില്ല. ഒരു റിയാക്ഷനിൽ ആറ്റം ഡിവൈഡ് ആവില്ല. ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഓരോ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്കൊക്കെ ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, ഡിഫറൻറ്റ് എലമെൻ്റ് ആറ്റങ്ങൾക്കൊക്കെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇത് നോക്കാതെ സിമ്പിളായിട്ട് പറഞ്ഞേ, അടിപൊളിയായിട്ട് പറഞ്ഞ ആറ്റമാണ് ഏറ്റവും ചെറുത്. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ആറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഒരു എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്കൊക്കെ ഒരേ പ്രോപ്പർട്ടി, ഡിഫറൻറ്റ് എലമെൻ്റ് ആറ്റങ്ങൾക്കൊക്കെ ഡിഫറൻറ്റ്. കാർബണിൻ്റെ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്കൊക്കെ ഒരേ പ്രോപ്പർട്ടി, കാർബൺ പ്രോപ്പർട്ടി. ഓക്സിജൻ്റെ ആറ്റങ്ങൾക്കൊക്കെ ഓക്സിജൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ കാർബണിൻ്റെ പ്രോപ്പർട്ടി അല്ല ഓക്സിജൻ. അത്രയേ ഉള്ളൂ പറഞ്ഞത്. ഇത്രയും പഠിച്ചാൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയായി. എടാ മക്കളെ, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പഠിച്ചു വെച്ചേക്കണേ. സോ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഒന്ന് വായിച്ചു നോക്കുക. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ഇതിൽ ഏതാണ് ശരി തെറ്റെന്നൊക്കെ ചോദിക്കുക. ദെൻ വെരി സിംപിളി പറയുകയാണെങ്കിൽ നമ്മൾ ആറ്റവും എലമെൻറ്റൊക്കെ പഠിച്ചപ്പം 2 സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ആലോചിക്കുക, അതുപോലെ തന്നെ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ആലോചിക്കുക. ഹെൻറി കാവൻഡിഷ് ആണ് പറഞ്ഞത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളമുണ്ടാവും. അപ്പോൾ വെള്ളത്തിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട്, ഓക്സിജൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട് എന്ന് പറഞ്ഞതാരാണ്? ഹെൻറി കാവൻഡിഷ്. നേരെ തിരിച്ച് ഹംഫ്രി ഡേവി പറഞ്ഞു, വെള്ളത്തിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ അതിന് ഹൈഡ്രജൻ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, വെള്ളത്തിലൂടെ കറണ്ട് കടത്തിവിട്ടാൽ വാട്ടർ സ്പ്ലിറ്റ് ആവും. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. സിംപിളി പറഞ്ഞാൽ ഹെൻറി കാവൻഡിഷും ഹംഫ്രി ഡേവിയും പറഞ്ഞു വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാവും. വെള്ളം പൊട്ടിയാൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റുകളാണ് ഹെൻറി കാവൻഡിഷും അതുപോലെ തന്നെ ഹംഫ്രി ഡേവിയും. ദെൻ
നമ്മളിപ്പോൾ എലമെൻറ്റ്സ് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചല്ലോ. ഇതിൽ ആരൊക്കെയാണ് എലമെൻറ്റ്സ്, ആരൊക്കെയാണ് കോമ്പൗണ്ട്സ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വെരി സിംപ്ലി ആരൊക്കെയാണ് എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഞാൻ റെഡ് കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ എലമെൻറ്റ്സ് ആണ്, ഞാൻ ഗ്രീൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ കോമ്പൗണ്ട്സ് ആണ്. മക്കളെ ഓക്സിജൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ഓക്സിജൻ എലമെൻ്റാണ്. ഓക്സിജൻ മാത്രം, വേറെ ഒരാളെ പറഞ്ഞിട്ടില്ല അതിൽ. വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അതൊരു കോമ്പൗണ്ടാണ്. ദെൻ സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയവും ക്ലോറിനും കൂടെ ചേർന്നതാണ്. അറിയെങ്കിൽ ഓർത്ത് വെച്ചോ, സോഡിയം ക്ലോറിനും കൂടെ ചേർന്നാണ് അതൊരു കോമ്പൗണ്ടാണ്. ഷുഗർ ഇതേപോലെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ കൂടെ ചേർന്ന ഒരു കോമ്പൗണ്ടാണ്. കാർബൺ ഒറ്റക്കാണ്, കാർബൺ എന്ന് മാത്രമേ ഉള്ളൂ, അതൊരു എലമെൻ്റാണ്. ദെൻ നൈട്രജൻ ഒറ്റക്കുള്ളൂ, അതൊരു എലമെൻ്റാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആ പേരിൽ തന്നെ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാളുകളുണ്ട്, കാർബണുണ്ട് ഓക്സിജനുണ്ട്, അപ്പം കോമ്പൗണ്ടാണ്. അമോണിയയിൽ നൈട്രജനുണ്ട് ഹൈഡ്രജനുണ്ട്, കോമ്പൗണ്ടാണ്. മഗ്നീഷ്യം ഓക്സൈഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിലാകെ 3 എലമെൻറ്റ്സേ ഉള്ളൂ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. നമ്മൾ എലമെൻറ്റ്സിൻ്റെ പേര് പറയുന്ന ആൾക്കാർ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ, ബാക്കിയെല്ലാം കോമ്പൗണ്ട്സ് ആണെന്നും കൂടി ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ ഈ എലമെൻറ്റ്സ് 118ഓളം എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം, സിമ്പിൾ കൊടുക്കാം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആര്, ബെർസീലിയസ്. ബ്രസീൽ നൽകുക, ബ്രസീലാണ് പ്രതീകങ്ങൾ കൊണ്ടുവന്നത്. ആറ്റങ്ങൾക്ക് പ്രതീകങ്ങൾ കൊടുക്കാം. അപ്പോൾ പല ആറ്റങ്ങൾക്ക് പല പ്രതീകങ്ങൾ നിങ്ങൾ ഐഡിയയിൽ ഉണ്ടാവണം. കുറച്ചെണ്ണം മാത്രം ഞാനൊന്ന് പറയാം. കാൽഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രതീകം എന്താണ്? അപ്പോൾ പ്രതീകത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഫസ്റ്റത്തെ സിമ്പിൾ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി 2 സിമ്പിളുണ്ട്, അടുത്ത സിമ്പിൾ സ്മോൾ ലെറ്റർ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ സിമ്പിൾ സി ആയതുകൊണ്ട് സി എ എന്ന് എഴുതും, സി ക്യാപിറ്റലും എ സ്മോൾ ലെറ്ററും. പക്ഷേ നൈട്രജൻ എന്ന് എഴുതുമ്പോൾ ഒറ്റ സിമ്പിളുള്ളൂ, എൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ നൈട്രജൻ്റെ സിമ്പിൾ എൻ. പക്ഷേ എല്ലാത്തിൻ്റെയും സിമ്പിൾ അങ്ങനെ ഒരുമിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എം എ എന്നല്ല കൊടുത്തത്, മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എം ജി എന്നാണ് കൊടുത്തത്. അപ്പോൾ സിമ്പിളുകൾ പലതും ഉണ്ട്, അപ്പോൾ പല സിമ്പിളുകൾ നമ്മൾ പഠിക്കണം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എച്ച് മാത്രമാണ് കൊടുക്കുക, ഹീലിയം എന്ന് പറയുമ്പോൾ എച്ച് ഇ കൊടുക്കും. ഇങ്ങനെ പല സിമ്പിളുകളുണ്ട്. അപ്പോൾ സിമ്പിളുകൾ വന്നത് എങ്ങനെയാണ്, പേരിൻ്റെ ആദ്യാക്ഷരത്തിൽ നിന്ന് വരാം. സിമ്പിളുകൾ വരുന്നതിന് പേരെങ്ങനെയാണ് വന്നത്, പേരുകളും പല രൂപത്തിൽ വരുന്നുണ്ട്. സോ സിമ്പിളുകളും പേരുകളൊക്കെ വരുന്നത് രാജ്യങ്ങളുടെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്ലാനറ്റ്സിൻ്റെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇനി നോക്കാൻ പോകണം. സോ ആ പേര് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സിമ്പിൾ കൊടുക്കുക. ആ പേരിൽ എന്താണുള്ളത് അത് വെച്ചിട്ടാണ് സിമ്പിൾ കൊടുക്കുക. നമുക്ക് നോക്കാം, ചില വ്യത്യാസങ്ങൾ നോക്കാം. ഫോർ എക്സാമ്പിൾ സോഡിയം എന്നാണ് എലമെൻറ്റിൻ്റെ പേര്, പക്ഷേ സോഡിയം എലമെൻറ്റിൻ്റെ പേര് നല്ല എൻ്റെ സിമ്പിൾ വന്നത്. പകരം സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിമായ നാട്രിയത്ത് നിന്നാണ് സോഡിയം വന്നത്, എൻ എന്ന് വന്നത്. നോക്കണേ, പൊട്ടാഷ്യത്തിന് കാലിയം എന്നാണ് ലാറ്റിൻ നെയിം, അപ്പോൾ കെ എന്ന് വന്നു. അയണിൻ്റെ ലാറ്റിൻ നെയിം ഫെറം എന്നാണ്, അതിനാണ് എഫ് ഇ വന്നത്. ഗോൾഡിൻ്റെ എന്താണ് പറയുക, ലാറ്റിൻ നെയിം ഓറം എന്നാണ്, എ യു എന്നാണ്. കോപ്പറിൻ്റെത് കുപ്രം എന്നാണ്, സി യു എന്നാണ്. നോട്ട് ദ പോയിന്റ്. നോക്കടാ, ഗോൾഡിൻ്റെ പേര്, കോപ്പറിൻ്റെ പേര്, അയണിൻ്റെ പേര്, പൊട്ടാഷ്യത്തിൻ്റെ പേര്, സോഡിയത്തിൻ്റെ പേര്, ഇതൊന്നും അതിൻ്റെ പേരുമായിട്ട് സിമ്പിളില്ല. പൊട്ടാഷ്യത്തിൻ്റെ സിമ്പിൾ പി, ഒന്നാണ് കൊടുക്കുക. അയണിൻ്റെ സിമ്പിൾ ഐ ആർ, അത് റെഡിയാണ്. വേറെ ഗോൾഡിൻ്റെ സിമ്പിൾ ഗോ, ഗോ പോയിക്കോ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഓറം എന്നാണ്, എ യു എന്നാണ്. സിൽവർ എന്ന് പറഞ്ഞാൽ അർജൻറ്റ് എന്നാണ്, എ ജി ആണ്. സിൽവറിന് അർജൻറ്റ് എന്നാണ്, എ ജി എന്നാണ്. സോ ചില സിമ്പിളുകളുടെ പേരുകൾ വന്നത് അവരുടെ ലാറ്റിൻ നെയിം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഇപ്പോൾ ടൈറ്റാനിയം എന്നുള്ള പേര് എവിടുന്നാണ് വന്നത്, ടൈറ്റാനിയം എന്നുള്ള പേര് ടൈറ്റാനിയത്തിൻ്റെ ടി ഐ എന്നാണ്. ടൈറ്റാനിയത്തിന് ടി ഐ എന്നാണ് സിമ്പിൾ. എവിടുന്നാണ് ആ പേര് വന്നത്, ടൈറ്റാനിയത്തിൻ്റെ പേര് വന്നത് അതിൻ്റെ പ്ലാനറ്റിൻ്റെ പേരെന്നാണ്. ക്രോമിയം എന്നുള്ള പേര് വന്നത്, ക്രോമിയത്തിന് സി ആർ എന്നാണ്. ക്രിസ്ത്യാനോ, സി ആർ എന്നുള്ള പേര് വന്ന് കളർ എന്നാണ്. ക്രോമിയം എന്നുള്ള പേര് വന്ന് കളർ എന്നാണ്. കേട്ടോ, ഓരോ എലമെൻ്റിൻ്റെ പേര് ഓരോ ഭാഗത്തു നിന്നാണ്. ഇറിഡിയം എന്നുള്ള പേര് വന്നത്, ഇറിഡിയം എന്നുള്ളതും കളർ എന്നാണ് വന്നത്, ഐ ആർ ആണ്. റുദർഫോഡിയത്തിന് ആർ എഫ് എന്നാണ് ഇത്, അത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഐൻസ്റ്റീനിയം, അത് കേട്ടാൽ അറിയാലോ, ഐൻസ്റ്റീനിയം ഇ എസ് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. സോ മക്കളെ, ഓരോ എലമെൻറ്റും പല രൂപത്തിലാണ് പേരിടുന്നത് എന്നർത്ഥം. സോ പല രൂപത്തിലും പേരിടാം. യൂറോപ്പിയം രാജ്യത്തിൻ്റെ പേരെന്ന് വന്നിട്ടുണ്ട്. ഫ്രാൻസിയം രാജ്യത്തിൻ്റെ പേരെന്നാണ്. ക്രോമിയം നമ്മൾ പറഞ്ഞു. ദെൻ ക്യൂറിയം സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, മാഡം മേരി ക്യൂറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് പേരിടാം എന്നർത്ഥം. യെസ്, ഇതാണ് ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ച് സെറ്റാകുമ്പോൾ ആദ്യത്തെ ഭാഗത്ത് മോളിക്യൂൾസ് എന്താ, എലമെൻറ്റ്സ് എന്താ, പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് എന്താ എന്നെല്ലാം പഠിച്ചില്ലേ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചില്ലേ എന്നാലോചിക്കുക. ഹെൻറി കാവൻഡിഷിനെ കുറിച്ചും അതുപോലെ തന്നെ ഹംഫ്രി ഡേവിയെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക. ദെൻ ബെർസീലിയസ് ആണ് പ്രതീകങ്ങൾക്ക് പ്രതീകങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്, ഓരോ എലമെൻറ്റിന് പ്രതീകം കൊടുക്കുക എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത്. സോ ഓരോ എലമെൻറ്റിൻ്റെ പ്രതീകം എന്താണ്, ലാറ്റിൻ പേരിലുള്ള സിമ്പൽ ഏതൊക്കെയാണ്, ലാറ്റിൻ പേരിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എലമെൻറ്റ്സിന് പേര് വന്നത് എങ്ങനെയൊക്കെയാണുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ, അങ്ങനെ ഈ എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എലമെൻറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, മൂലകങ്ങളെ നമുക്ക് വർഗീകരിക്കാം, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വന്നു. അതിൽ നിങ്ങളിങ്ങനെ വരിക്കെഴുതുക. ലാവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് മെറ്റൽ നോൺ മെറ്റൽ എന്ന് വേർതിരിച്ച്, അത്ര പഠിച്ചാൽ മതി.
ലോഹങ്ങൾ അലോഹങ്ങൾ എന്നുള്ള വേർതിരിവ് തിരിച്ചത് ലാവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. മറക്കണ്ട, ലാവോസിയെ. ദെൻ അതിനുശേഷം ട്രയാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാക്കി. ഡോബറൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 3 എലമെൻറ്റുകളെ ചേർത്തൊരു ഗ്രൂപ്പാക്കി. അടുത്ത 3 എലമെൻറ്റുകളെ ചേർത്തൊരു ഗ്രൂപ്പാക്കി. അതിനെയാണ് ട്രയാഡ്സ് എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ, ലിഥിയം എന്ന് പറയുന്ന Li എന്ന് പറയുന്ന എലമെൻറ്റും സോഡിയം എന്ന് പറയുന്ന Na എന്ന് പറയുന്ന എലമെൻറ്റും നമ്മൾ നേരത്തെ സിമ്പിൾ പഠിച്ചു. പൊട്ടാഷ്യത്തിന് K ആണ്, കാലിയം. സോഡിയം നാട്രിയം, പൊട്ടാഷ്യം കാലിയം. സോ ഇവരെ ചേർത്തിട്ടൊരു ഗ്രൂപ്പാക്കി. ഇവരൊരു ട്രയാഡായിരുന്നു. അങ്ങനെ ഗ്രൂപ്പാക്കാനുള്ള കാരണം എന്താ പറയുക? നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കണ്ട, പക്ഷേ മാസ് കാണാപ്പാടൊന്നും പഠിക്കണ്ട. ലിഥിയത്തിൻ്റെ മാസ് 7ആണ്. പൊട്ടാഷ്യത്തിൻ്റെ മാസ് 39ആണ്. അപ്പോൾ ഈ 7ഉം 39ഉം കൂട്ടി അതിൻ്റെ ആവറേജ് എടുത്താൽ നമുക്ക് 23 എന്ന് കിട്ടും. ആ 23 സോഡിയത്തിൻ്റെ മാസ്. അപ്പോൾ ട്രയാഡ് എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ ഡൊബറൈനർ പറയണത് ആദ്യത്തെ ആളുടെ മാസും മൂന്നാമത്തെ ആളുടെ മാസിൻ്റെയും ആവറേജാണ് നടുവിലുള്ള ആളുടെ മാസ്. അപ്പോൾ എപ്പോഴും അയാളുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ആദ്യത്തെയും മൂന്നാമത്തെ ആളുടെ മാസിൻ്റെ ആവറേജ് ആയിരിക്കും നടുവത്തെ ആളുടെ മാസ് എന്നുള്ളതാണ് അയാൾ ഗ്രൂപ്പാക്കാൻ കണ്ട ഒരു ഐഡിയ. പക്ഷേ ആ ഗ്രൂപ്പിങ്ങും അത്ര പോരാ. മെറ്റലും നോൺ മെറ്റൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിംഗ് കഴിഞ്ഞു, ലാവോസിൻ്റെ ട്രയാഡ് കഴിഞ്ഞു. കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഗ്രൂപ്പിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ന്യൂലാൻഡ് വരുന്നത്. ന്യൂലാൻഡ് പറഞ്ഞ് നിങ്ങൾ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ്. എന്തിൻ്റെ ഓർഡറിലാണ്? അറ്റോമിക് മാസ്. അപ്പോൾ പഴയ സയൻറ്റിസ്റ്റുകളൊക്കെ അറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത്. അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വെക്കുന്ന 8ാമത്തെ എലമെൻറ്റിന് 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി, എവറി 8th എലമെൻറ്റ് നിങ്ങളിങ്ങനെ തുടങ്ങുമ്പോൾ 8ാമത് വരുന്ന എലമെൻറ്റിനൊക്കെ അതിൻ്റെ തൊട്ടുമുള്ള 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും. സോ 8th എലമെൻറ്റ് വാസ് എ റിപ്പീറ്റേഷൻ ഓഫ് ദി ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. എവറി 8th എലമെൻറ്റിനും 1ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിനോട് സിമിലർ ആയിരിക്കും. അത് കൊണ്ടുവന്നതാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന നിയമം. അപ്പം ന്യൂലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമം. ന്യൂലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നത് എന്താണ്? അഷ്ടക നിയമം. ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അഷ്ടക നിയമം. പക്ഷേ എല്ലാ മൂല്യങ്ങളും ഇതേപോലെ ക്രമീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതും വല്ലാണ്ട് വിജയിച്ചില്ല. പക്ഷേ ഓർത്ത് വെക്കുക, ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞാൽ 8 ആറ്റങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് 8ാമത് വരുന്ന ആൾക്ക് 1ാമത്തെ ആളുടെ പ്രോപ്പർട്ടിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ദെൻ അങ്ങനെയാണ് വളരെ വലിയൊരു ചരിത്ര ദൗത്യവുമായിട്ട് മെൻഡലീവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അഥവാ മെൻഡലീഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്നത്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളാണ് നമ്മളെ പീരിയോഡിക് ടേബിളിൻ്റെ ഇപ്പോൾ കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് നയിച്ച ഒരു കണ്ടുപിടുത്തം. അദ്ദേഹം അന്ന് കാണപ്പെടുന്ന 63 എലമെൻറ്റുകളെ വേർതിരിച്ചു. അയാളാണ് പിരീഡ്, ഇങ്ങനെ പോകുന്ന ആളുകളെ പിരീഡെന്നും എലോങ് എണ്ണുന്ന ആളുകൾ, അതായത് ഹൊറിസോണ്ടൽ എണ്ണുന്ന ആൾ പിരീഡെന്നും താഴോട്ട് വെർട്ടിക്കലി താഴോട്ട് കുത്തനെ വരുന്നവരെ ഗ്രൂപ്പ്സ് എന്നുള്ള പേരൊക്കെ വിളിച്ചത് മെൻഡലീഫ് ആയിരുന്നു. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ലോ ചോദിക്കും, നിർബന്ധമായിട്ടും ചോദിക്കും. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ പഠിച്ചു വെച്ചോണ്ടു. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ എന്താണ്? വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടു. എന്താണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് മാസ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവരുടെ അറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലമാണ്. അഥവാ അറ്റോമിക് മാസിനനുസരിച്ച് വെക്കുമ്പോഴാണ് ഇവരുടെ ഗുണങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാണ് സയൻറ്റിസ്റ്റായ മെൻഡലീഫ് പറഞ്ഞത്. സോ നിങ്ങളോട് ചോദിക്കും, മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കും. എന്തൊക്കെയാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. മക്കൾ ഒരു കൺഫ്യൂഷൻ ഉള്ളാണ്ട് എഴുതിക്കൊണ്ടു. ഒന്നാമത്, ഇയാൾ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുറേ സ്ഥലത്ത് സ്ഥലം ഒഴിച്ചിട്ടു, കണ്ടുപിടിക്കാത്ത എലമെൻറ്റിന് വേണ്ടി സ്ഥലം ഒഴിച്ചിട്ടു. എന്നിട്ട് ആ കണ്ടുപിടിക്കാത്ത എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്തു. സോ ബ്ലാങ്ക് സ്പേസസ് വെർ ലെഫ്റ്റ് ഫോർ എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ദർ പ്രോപ്പർട്ടീസ് വെർ പ്രെഡിക്റ്റഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കണ്ടുപിടിക്കാത്ത എലമെൻറ്റ്സിന് വേണ്ടി സ്ഥലം ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കും, അതിൻ്റെ പ്രോപ്പർട്ടി ഇതായിരിക്കുന്നു. അത് സയൻറ്റിസ്റ്റുകൾക്ക് റിസർച്ചിൽ വളരെ ഹെൽപ്ഫുള്ളായി. അതേ പ്രോപ്പർട്ടിയുള്ള ആളുകൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സോ കാണാതിരുന്ന, അന്നറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്ക് കളങ്ങൾ ഒഴിച്ചുകിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ഒന്ന്. രണ്ടാമത്തത്, ഒരേ പ്രോപ്പർട്ടിയുള്ളവർക്ക് ഒരേ ഗ്രൂപ്പിൽ വെച്ചു. മൂന്നാമത്തത്, മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, എന്താണ് പറയുക, അദ്ദേഹമാണ് ആറ്റോമിക് മാസിൻ്റെ ക്രമത്തിൽ വെക്കണം എന്നാണ്. ആറ്റോമിക് മാസിൻ്റെ ക്രമത്തിൽ വെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കറക്റ്റ് പാലിച്ചില്ല. ആൻഡ് ഓൾസോ ഹൈഡ്രജന് കൃത്യമായിട്ടൊരു പൊസിഷൻ കൊടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഓൾസോ ഒരേ പ്രോപ്പർട്ടിയുള്ള ആളുകളെ ഒരേ ഗ്രൂപ്പിൽ വെച്ചു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം തന്നെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടിയുള്ള ആളുകളെയും ഒരേ ഗ്രൂപ്പിൽ വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷത, പ്രശ്നങ്ങളുമുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടുപിടിക്കാത്ത എലമെൻസിന് വേണ്ടി സ്ഥലം ഒഴിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഒരേ പ്രോപ്പർട്ടിയുള്ള ആളുകളെ ഒരേ ഗ്രൂപ്പിൽ വെച്ചു. അപ്പോൾ എന്താ പ്രശ്നം? ഡിഫറൻറ്റ് പ്രോപ്പർട്ടിയുള്ള ആളുകളെ ഒരേ ഗ്രൂപ്പിൽ വെച്ചു, അതൊരു പ്രശ്നമാണ്. ഹൈഡ്രജന് കൃത്യമായിട്ട് പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്.
ആറ്റോമിക് മാസിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആറ്റോമിക് മാസിൻ്റെ ഓർഡർ അദ്ദേഹം തന്നെ തെറ്റിച്ചു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞതിനുണ്ടായിരുന്നു, ഗുണങ്ങളും ഉണ്ടായിരുന്നു, നല്ലതുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇന്ന് കാണപ്പെടുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ആധുനിക ആവർത്തന പട്ടിക, ഇന്ന് നമ്മൾ പഠിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് അതിനുശേഷം പഠനങ്ങളൊക്കെ നടത്തിയ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റാണ് ഈ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം മൂലകങ്ങളുടെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെയും നടന്ന് സെറ്റായി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ആറ്റങ്ങളും തന്മാത്രകളും തമ്മിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനേ ഉള്ളൂ. വിച്ച് മീൻസ് എങ്ങനെയാണ് അതിന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ള സംഗതി നോക്കണം. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും അമോണിയ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ കാണാപ്പാടം ചോദിക്കില്ല, പക്ഷേ നിങ്ങളോട് ഇങ്ങനെ പറയണം. അങ്ങനെയാണ് ഇതിന് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിക്കോ. 1 atom of nitrogen, 3 atoms of hydrogen. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയോ? സിമ്പിളായിട്ട് നോക്കിക്കോ. 1 atom of nitrogen, അപ്പോൾ നൈട്രജൻ്റെ സിമ്പിൾ N. 3 atoms of hydrogen, അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പിൾ H, അപ്പോൾ NH3. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇങ്ങനെ എഴുതാൻ പഠിക്കണം. അപ്പോൾ നോക്കിക്കേ, 2 atoms of oxygen, അടുത്തത് 2 atoms of oxygen. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഓക്സിജൻ്റെ സിമ്പിൾ 2 O. അപ്പോൾ 2 atoms എന്ന് പറയുമ്പോൾ O2. 2 atoms of chlorine, അപ്പോൾ Cl2. 1 atom of carbon, 4 atoms of hydrogen. 1 atom of carbon, അപ്പോൾ C. 4 atoms of hydrogen, അപ്പോൾ H4, CH4, സിമ്പിൾ. 2 atoms of hydrogen, 2 atoms of hydrogen, H2. 1 atom of carbon, 2 atoms of oxygen. 1 atom of carbon, 2 atoms of oxygen, CO2. ഇങ്ങനെ എഴുതാൻ ചോദിച്ചാൽ എഴുതിക്കോളൂലേ? സിമ്പിളായിട്ട് എഴുതൂലേ മക്കൾ? ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇതിൽ നിന്ന് വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ വരും കേട്ടോ, ഇത് പഠിച്ചല്ലോ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടൈപ്പ് നോക്കിയേ. ഹീലിയം എന്ന് പറയുന്നത് എങ്ങനത്തെ എലമെൻ്റാണ്? ഹീലിയത്തിൽ ഒരാറ്റം അല്ലേ ഉള്ളൂ, ഹീലിയം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ അത് മോണോ ആറ്റോമിക്കാണ്. അപ്പോൾ ഓക്സിജനോ അതിൽ 2 എണ്ണം ഉണ്ട്, അപ്പോൾ അത് ഡയാറ്റോമിക്കാണ്. ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ ദ്വയാറ്റോമികം, മോണാറ്റോമിക് എന്ന് പറഞ്ഞാൽ ഏകാറ്റോമികം. സോ അങ്ങനെയാണ് S8 എന്താ? 8 എണ്ണം ഉണ്ടെങ്കിൽ 2-ൽ കൂടുതലാണ്, അപ്പോൾ പോളി ആറ്റോമിക്, ബഹു ആറ്റോമികം. സോ നോക്കിയേ, ഓക്സിജനിൽ 2 എണ്ണം ഉണ്ട്, H-ൽ 8 എണ്ണം ഉണ്ട്, S-ൽ 8 എണ്ണം ഉണ്ട്, H-ൽ 2 എണ്ണം ഉണ്ട്, P-ൽ 4 എണ്ണം ഉണ്ട്, നിയോണിൽ 1 ഉള്ളൂ, Cl 2 എണ്ണം, Ar 1, O-ൽ 3 എണ്ണം. അപ്പോൾ 3 എണ്ണം വരുമ്പോൾ പോളി, ബഹു ആറ്റോമികം. 1 വരുമ്പോൾ മോണോ, 2 വരുമ്പോൾ ഡൈ, 1 വരുമ്പോൾ വീണ്ടും മോണോ, 4 വരുമ്പോൾ പോളി. ഇങ്ങനെ പറയാനേ ഉള്ളൂ. സോ ഒരു മോളിക്യൂളിൽ എത്ര എലമെൻ്റ് ഉണ്ട് നോക്കിയിട്ട് നമുക്കതിനെ എന്ത് ആറ്റോമിക്കാന്ന് വിളിക്കാം? മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്, പോളി ആറ്റോമിക് എന്ന് വിളിക്കാം. ബഹു ആറ്റോമികം, ദ്വയാറ്റോമികം, ഏകാറ്റോമികം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തന്മാത്രകളുടെ രാസസൂത്രം, നേരത്തെ പറഞ്ഞ അതേ സംഗതി അത് നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റേഷനായിട്ട് വരുന്നുണ്ട്. ഒന്ന് മാത്രം ഞാൻ ചെയ്യാം. സൾഫ്യൂരിക് ആസിഡ് ചെയ്യാം, എപ്പോഴും എക്സാമിന് വരുന്ന സംഭവം. സൾഫ്യൂരിക് ആസിഡിൽ ഇവിടെ നോക്കിയേ, ഇവിടെ 2 എന്നുണ്ട്, ഇവിടെ H എന്നുണ്ട്, അപ്പോൾ H 2 എണ്ണം എന്നാണ് അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം. സൾഫർ ഉണ്ട്, S1. ഓക്സിജൻ OLA സിമ്പിൾ 4 എണ്ണം ഉണ്ട്. ഇനി നോക്കിയേ, H 2 എണ്ണം, അപ്പോൾ H2 എന്ന് എഴുതണം. S1, അപ്പോൾ S1, O 4 എണ്ണം, അപ്പോൾ O4. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാം? H2SO4 എന്ന് എഴുതാം. ഇനി നേരെ തിരിച്ചു കൊടുത്ത് നോക്കിയാൽ ഇവിടെ CCl4 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 1 കാർബണും 4 ക്ലോറിനും എന്നല്ലേ? സോ കാർബൺ എത്ര എണ്ണമാണ്? C എത്ര എണ്ണമാണ്? 1. ക്ലോറിൻ എത്ര എണ്ണമാണ്? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl എത്ര എണ്ണം? 4 എണ്ണം, അപ്പോൾ CCl4. ഇങ്ങനെ എഴുതാനും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എക്സാമിന് പറയുന്നത്. 3 CO2, ഈ 3 CO2-ൽ എത്ര തന്മാത്രകളുണ്ട്, എത്ര ആറ്റങ്ങളുണ്ട് നോക്കിക്കോ. 3 CO2 പറയുമ്പോൾ 3 തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം അഥവാ തന്മാത്രകളുടെ എണ്ണം 3. ആറ്റംസിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുക? വെരി സിമ്പിളാണ്. 3 CO2 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ 1 C, ഓക്സിജനോ 2 എണ്ണം, അപ്പോൾ 2 1 എത്രയാണ്? 3 അല്ലേ? 2 1 3, 3 × 3 എത്രയാണ്? 9. ഇതാണ് മോളിക്യൂൾസ് 3, ആറ്റംസ് 9. എന്നാൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചാലോ? അപ്പോൾ സിമ്പിളായിട്ട് എഴുതേണ്ടത് കാർബൺ ആറ്റംസ് ഇവിടെ 1 ഉള്ളൂ, 1 കാർബൺ ആറ്റം, അങ്ങനത്തെ 3 എണ്ണം, അപ്പോൾ 1 × 3 3. ഓക്കെ, ഓക്സിജൻ ആറ്റംസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാലോ? എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിച്ചാലോ? നോക്കാം, ഒന്നും കൂടെ ഐഡിയ. ഓക്സിജൻ ആറ്റം 1-ൽ 2 എണ്ണം, അപ്പോൾ 3 എണ്ണത്തിൽ 6 എണ്ണം. 1-ൽ 2 എണ്ണം, അപ്പോൾ 3 എണ്ണത്തിൽ 6 എണ്ണം. അതും ക്ലിയർ അല്ലേ? എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്, എത്ര കാർബൺ ആറ്റം ഉണ്ട് ചോദിച്ചാൽ വെരി സിമ്പിൾ. കാർബണിൻ്റെ എണ്ണം എണ്ണുക × 3, ഓക്സിജൻ്റെ എണ്ണം എണ്ണുക × 3. ടോട്ടൽ ചോദിച്ചാൽ കാർബണിൻ്റെ ഓക്സിജൻ്റെ എണ്ണം എണ്ണുക × 3. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ എഴുതാലോ? അങ്ങനെയാണ്. ഇത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്ക് 3, ഇത് നിങ്ങൾ എഴുതണേ. 3 C2H5OH, 3 C2H5OH. സിംപ്ലി പറഞ്ഞേ, 2 കാർബൺ, 5 ഹൈഡ്രജൻ, 1 ഓക്സിജൻ, 1 ഹൈഡ്രജൻ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം? 2 5 3 1 എത്ര എണ്ണം ഉണ്ട്? 1 2 7 9 എണ്ണം. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം? 9 × 3 27.
എത്ര മോളിക്യൂൾസ് ഉണ്ട്? 3 എങ്ങനെയാണ് ഈ ചോദ്യം ഇതാണെന്ന് വിചാരിച്ചോ, ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആണ് ചോദിച്ചെങ്കിലോ? അപ്പോൾ തെറ്റിക്കരുത്. ഹൈഡ്രജൻ ആറ്റംസ് എത്ര എണ്ണാന്ന് ചോദിച്ചാൽ നോക്കൂ, ഹൈഡ്രജൻ ആറ്റം ഇവിടെ 5 ഇവിടെ 1, ടോട്ടൽ 6. ഹൈഡ്രജൻ ആറ്റം ഇവിടെ 5 ഇവിടെ 1, 6. ആ 6 × 3 നിങ്ങൾ ചെയ്യേണ്ടത് 18. മനസ്സിലായോ? അത് തെറ്റിക്കരുത് കേട്ടോ. ഹൈഡ്രജൻ അവിടെ 2 സ്ഥലത്തില്ലേ, അപ്പോൾ എല്ലാം കൂടെ കൂട്ടണ്ടേ. ടോട്ടൽ ഹൈഡ്രജൻ ആറ്റംസ് ചോദിച്ചാൽ 5 ഹൈഡ്രജൻ ആറ്റം അവിടെയും OH ഒരു ഹൈഡ്രജൻ, അപ്പോൾ ടോട്ടൽ 6. 6 × 3 അങ്ങനത്തെ 3 C2H5OH, അപ്പോൾ 18 ആറ്റംസ് ഉണ്ടാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിന് അങ്ങനെ ചോദിക്കുക ആറ്റംസുകൾ. പിന്നെ നിങ്ങളോട് ഡയറക്റ്റായിട്ട് സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറയും. വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ സിംപ്ലി കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ, അപ്പോൾ ടു ഫോം, അപ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ C ആണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 എന്ന് മനസ്സിലാവണേ, O2 ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പോൾ CO2 ഇങ്ങനെ എഴുതാൻ അറിയണം. ഓക്കെ, കാർബൺ കമ്പൈൻ ടു ഫോം ഓക്സിജൻ ടു ഫോം കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. തിരിച്ചും പറയാം അതേ സാധനം തന്നെ. വേറെ അടുത്ത സെൻറ്റൻസ് ഇതാ നോക്കിക്കേ, കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ ഡീകമ്പോസസ് ടു ഫോം കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസസ്, പൊട്ടിപ്പോയി, കാൽഷ്യം കാർബണേറ്റ് പൊട്ടിപ്പോയി ടു ഫോം കാൽഷ്യം ഓക്സൈഡ് CaO ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് CO2. ഇങ്ങനെയും നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് എഴുതാം. മക്കളെ, ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ഐഡിയ. സോ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം നമ്മൾ ക്ലാസിഫിക്കേഷനാണ്. ലാവോസിയെ, ട്രയ, ഡോബറൈനർ, ന്യൂലാൻഡ്സ്, മെൻഡലീഫ്, മോസ്ലി ഇവർ കൊണ്ടുവന്ന പീരിയോഡിക് ടേബിളും, പിന്നെ ആറ്റംസ് എങ്ങനെ, മോളിക്യൂൾസ് എങ്ങനെ, ഡയാറ്റോമിക് എന്താ, ഏകാറ്റോമിക് എന്താ, പോളിയാറ്റോമിക് എന്താ, അടിപൊളിയായിട്ട് പഠിക്കണേ മക്കളെ. സോ സിമ്പിൾ ഹമ്പിളായിട്ട് നമ്മൾ ഇതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്.